നമസ്കാരം. ഇപ്പോൾ നമ്മളുള്ളത് മാത്തിൽ സർവീസ് ബാങ്കിന് സമീപത്താണ്. അതിൻ്റെ തൊട്ട് പുറകുവശത്ത് ഈ ഫാർമേഴ്സ് ഗ്രൂപ്പ് ൻ്റെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പച്ചക്കറി കൃഷികളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പച്ചക്കറി കൃഷികൾ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കാരണം ഇത് മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ള ഒരു ഗ്രൂപ്പ്, പ്രത്യേക ഗ്രൂപ്പാണ് ഇതിന് നേതൃത്വം നൽകി വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചേമ്പും ചേനയും അതേപോലെ പപ്പായ, വഴുതനങ്ങ ഇങ്ങനെ തുടങ്ങിയ വിവിധ തരം ഉൽപ്പന്നങ്ങളാണ് ഈ ഗ്രൂപ്പ് കൃഷി ചെയ്ത് വിജയത്തിലേക്ക് കുതിക്കുന്നത്. ഇത് തന്നെ കേരളത്തിലൊട്ടാകെ മാതൃകയാകേണ്ട ഒരു സംഭവമാണ്. മാതൃ സർവീസ് സഹകരണ കീഴിലുള്ള അതുപോലെ പി ശശിധരൻ, അതേപോലെ തന്നെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ട് എന്നാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരന് എന്താണ് പറയാനുള്ളത് എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ 6-7 വർഷം മുമ്പ് ഒരു ഫാർമേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ കീഴിലായി 10-20ഓളം വരുന്ന ഫാർമേഴ്സ് ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ഇവിടെ മാത്തിൽ ഗ്രൂപ്പ്. അതിൻ്റെ സെക്രട്ടറി സഖാവ് IC ശ്രീകുമാരൻ മാഷും പ്രസിഡന്റ് സഖാവ് KP ഗോപാലനുമാണ്. ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ചേന, ചേമ്പ്, വഴുതിന, മറ്റ് പച്ചക്കറി കൃഷികളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കക്കിരിയാട് പ്രദേശത്തും ചൂരൽ പ്രദേശത്തുമെല്ലാം നിരവധി ഗ്രൂപ്പുകൾ കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലും ഇങ്ങനെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്തിലെ അഗ്രി മാർട്ട് എന്ന് പറയുന്ന പച്ചക്കറി കടയിലാണ് വിൽപ്പന നടത്താറുള്ളത്. അധികമായി വരുന്നത് പ്രത്യേകമായി വിൽപ്പന നടത്താനും തയ്യാറായിട്ടുണ്ട്. ഇത് തികച്ചും കർഷകർക്ക് ഉപകാരപ്രദമായി മാറുന്നു എന്ന് മാത്രമല്ല, ഒട്ടേറെ കൃഷിക്കാരെ ഈ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പ്രേരണയായി മാറുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഈ ഫാർമേഴ്സ് ക്ലബ്ബ് എന്നുള്ളവരൊക്കെ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. മറ്റ് വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത കൃഷികളാണുള്ളത്. ഇതുപോലെ കൃഷി നഷ്ടമാണ് എന്ന് പറഞ്ഞ് കൃഷിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് തികച്ചും മാതൃകാപരമായിട്ട് കൃഷി നടത്തിയാൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെയുള്ള ഈ കൃഷി.